എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ പച്ചമണി പെണ്ണ് ക്ലാര അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാട്ടിന് നടുവില് എന്റെ ഒരു അടിപൊളി വീടുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. കുറച്ചു കാലത്തേക്ക് ഈ മീഡിയാസിന്റെ ഒന്നും കണ്ണിൽ പെടാതെ ഹാപ്പി ആയിട്ട് നിനക്ക് അവിടെ കഴിയാം. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കും അതൊരു നല്ല ബുദ്ധിയാണെന്ന് തോന്നും. ഹീറോ ആദ്യമായിട്ടാണ് അവന്റെ വീട് വിട്ട് ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ക്ലാരയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം അവൾക്ക് ഹീറോയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഹീറോയെയും കൂട്ടി അവൾ കാടിന് നടുവിലുള്ള അവളുടെ വീട്ടിലെത്തും. ഹീറോയെ കാണേണ്ട താമസം അവളുടെ പപ്പയും മമ്മിയും സിബ്ലിങ്സും എല്ലാവരും ചേർന്ന് പാട്ടൊക്കെ പാടി വളരെയധികം ഹാപ്പി ആയിട്ട് അവനെ സ്വീകരിക്കും. അവളുടെ ഒരു ബ്രദർ മാത്രം ഇന്ന് ആ വീട്ടിലില്ല. ഹീറോയ്ക്ക് കൂട്ടിന് ഇപ്പൊ ആസും അവിടേക്ക് വരും. ആസിനും ഹീറോയ്ക്കും ക്ലാരപ്പെണ്ണിന്റെ പപ്പയുടെയും മമ്മിയുടെയും കുഞ്ഞുങ്ങളുടെ ഒക്കെ സംസാരവും അവരുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ട് തോന്നും. അവളുടെ കുഞ്ഞനുജനും അനുജത്തിയും ഓടി വന്ന് ഹീറോയുടെ മുതുകിൽ കയറാൻ നോക്കും. അതുകൊണ്ട് ക്ലാരയുടെ അമ്മ അവർ രണ്ടുപേരെ പിടിച്ചു വെച്ച് ആദ്യമായിട്ടാണ് ക്ലാരയുടെ ഫ്രണ്ട്സ് ഇവിടെ താമസിക്കാൻ പോകുന്നത്. എനിക്കിതില് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ക്ലാരയുടെ അമ്മയും സന്തോഷത്തിൽ തുള്ളിച്ചാടും. അതിനുശേഷം വീണ്ടും അവർ അടുത്ത പാട്ടും ഡാൻസും ആയിട്ട് എൻജോയ് ചെയ്യും. ഹീറോയും ആസും ആണെങ്കിൽ അവർക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് ഒക്കെ അവരുടെ കയ്യിൽ കൊടുക്കും. ഗിഫ്റ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അവരെല്ലാവരും ഉപചാരപൂർവ്വം നമ്മുടെ ആൾക്കാർ രണ്ടുപേരെയും വീടിന്റെ അകത്തേക്ക് ക്ഷണിക്കും. ഇടതുകാലം വെച്ച് കയറ്, അതാണ് ഞങ്ങളുടെ ഐശ്വര്യവും കീഴ്വഴക്കവും എന്ന് ഇപ്പോ പച്ചമുടി പെണ്ണ് ക്ലാരയുടെ ഒരു ബ്രദർ പറയും. അത് കേട്ട് അവർ ഇടതുകാലം വെക്കും, അടിച്ച് താഴെയും വീഴും. ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി ഇതിൽ ആരായിരിക്കും നമ്മുടെ ചേച്ചിയുടെ ലവർ, ആസായിരിക്കോ അതോ ഹീറോ ചേട്ടനായിരിക്കോ എന്നവർ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യും. അത് കേട്ട നമ്മുടെ പച്ചമുടി പെണ്ണ് നാണക്കാരിയ അവർ രണ്ടുപേരെയും വായൊക്കെ പൂട്ടിപ്പിടിച്ച് അവിടുന്ന് എടുത്തോണ്ട് പോകും. വീടിന്റെ അകത്തേക്ക് കയറിയ ആസും നമ്മുടെ ഹീറോയും അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അവരെ പോലെ തന്നെ ആ വീടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ വീടിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവർ കാണും. കുഞ്ഞുങ്ങൾ പറയും, ഇതൊന്നുമല്ല, ഞങ്ങൾക്കിനിയും ഒരുപാട് വീടുകളുണ്ട്, ലേക്കിൻ്റെ അടുത്ത്, പുഴയുടെ അടുത്ത്, കടലിൻ്റെ അടുത്ത്. ഞങ്ങൾ ആക്ച്വലി ഈ കാട്ടിൽ വെച്ച് ഏറ്റവും റിച്ചായ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരുപാട് പണവും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് അവർ പരിചയപ്പെടുത്തി കൊടുക്കും. ആരെയാണെങ്കിൽ അവരുടെ സ്പെഷ്യൽ ഫുഡൊക്കെ നമ്മുടെ ആൾക്കാർക്ക് കഴിക്കാൻ കൊടുക്കും. ക്ലാരയുടെ അമ്മ ഇപ്പോൾ ക്ലാരയുടെ കുഞ്ഞിലെ ഫോട്ടോസൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചെറുപ്പത്തിലുള്ള ക്ലാരയെ കാണാൻ അവളുടെ കുഞ്ഞനുജത്തിനെയും അനുജനെയും പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അവളുടെ ക്യൂട്ട്നെസ് നിറഞ്ഞ മുഖമൊക്കെ കണ്ട് അവരിപ്പോ ക്ലാരയെ നോക്കി ചിരിക്കും. ക്ലാരയ്ക്കാണെങ്കിൽ അത് കണ്ട് നാണാവും. നോ, അമ്മ ഒരിക്കലും അത് കാണിച്ചു കൊടുക്കരുത്, അവർ തീർച്ചയായിട്ടും പിന്നീട് എന്നെ കളിയാക്കുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ ആൽബം പിടിച്ചു മേടിക്കാൻ ശ്രമിക്കും. അതിനവളുടെ ബ്രദറും സിസ്റ്ററും അവർ രണ്ടുപേരും ചേർന്ന് അവളെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. അമ്മ പറയും, അങ്ങനൊന്നുമില്ല, നിന്റെ ഈ ഫോട്ടോസ് എല്ലാം ഭയങ്കര ക്യൂട്ടാണ്, ചെറുപ്പത്തിൽ നീ ഇതിനെ കഴിഞ്ഞ് ചുന്ദരിയായിരുന്നു, വളരെ ക്യൂട്ട് ബേബി ആയിരുന്നു. അമ്മയാണെങ്കിൽ അവളുടെ ചെറുപ്പകാലത്തിലെ ഓരോ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അതിന്റെ സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. ആരവളുടെ ബ്രദറിനെ തട്ടി മാറ്റി ആ ആൽബം അത് പിടിച്ചു മേടിക്കും. മതി കണ്ടത്, ഇനി കാണണ്ട. അതിനമ്മയാണെങ്കിൽ അടുത്തൊരു വോളിയം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത ആൽബം എടുക്കും. അതിനവള് പറയും, ഇനി ആൽബം ഒക്കെ പിന്നെ കാണാം, എനിക്ക് മറ്റു പല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ വിളിക്കും. ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ 3 പേരും അവിടേക്ക് പോകും. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് വിശക്കും. അവൻ ആ കാര്യം ക്ലാരയോടും നമ്മുടെ ആസിനോടും പറയും. അത് കേട്ട് രണ്ടുപേരും പഴയതുപോലെ വീണ്ടും ഇപ്പൊ മത്സരിച്ച് ഫുഡ് ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ്. അവർ വീണ്ടും പാട്ടൊക്കെ പാടി മരത്തിലുള്ള കായ്കനികളും ഷവർമയും കുക്കുംബറും ചിക്കനും അതൊക്കെ തന്നെ കളക്ട് ചെയ്യാണ്. അതിനുശേഷം ഇപ്പോൾ അതുപയോഗിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങും. അവരിപ്പോൾ ഒരു ഫുഡ് സോങ് ഒക്കെ പാടി അവരുടെ ഷോപ്പിംഗ് അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആസ് ഷോപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ചില സാധനങ്ങളാണ്. അതേസമയം ക്ലാരയുടെ കൊട്ടയിലുള്ള സാധനങ്ങൾക്കൊന്നും വലിയ ഭംഗിയില്ല. ക്ലാര പറയും, അതിന് ഭംഗി മാത്രമേ ഉള്ളൂ, അതിന്റെ ടേസ്റ്റ് അത് വളരെ മോശമാണ്. ആസ് ആണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കും, അവൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ബാഡ് ടേസ്റ്റ്. ക്ലാരയുടെ അമ്മയാണെങ്കിൽ ഇപ്പൊ അവരുടെ ഇടയിലേക്ക് വരും, നിങ്ങളൊരു പ്രധാനപ്പെട്ട സാധനം വാങ്ങിയിട്ടില്ല, കുക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആസും നമ്മുടെ പച്ചമുടി പെണ്ണും അവർ രണ്ടുപേരും മത്സരിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ വിശന്ന് അവന്റെ കുടല് കരിയാനായിട്ട് തുടങ്ങും. അതിന് ക്ലാരയുടെ അമ്മ പറയും, ഈ ഫുഡിൽ ഒരു അൾട്ടിമേറ്റ് ഡിഷ് ഉണ്ട്, അത് ഇടുകയാണെങ്കിൽ കുറെ കൂടെ അടിപൊളിയായിരിക്കും ആ ഫുഡ് ഐറ്റം. ക്ലാര പറയും, തീർച്ചയായിട്ടും ഞാൻ തന്നെ ആ അൾട്ടിമേറ്റ് ഇൻഗ്രീഡിയൻറ്റ് അത് കൊണ്ടുവരും. അതിന് ആസ് അവൻ മനസ്സിൽ ഉറപ്പിക്കും, എന്തൊക്കെ സംഭവിച്ചാലും ആ അൾട്ടിമേറ്റ് ഇൻഗ്രീഡിയൻറ്റ് അത് കൊണ്ടുവരുന്നത് ഞാനായിരിക്കും. ക്ലാരയുടെ അമ്മയാണെങ്കിൽ ആ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അത് കളക്ട് ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ മാപ്പ് അവർക്ക് വരച്ചു കൊടുക്കും.
ക്ലാരയും ആസും ഹീറോയും ക്ലാരയുടെ സിബ്ലിങ്സും അവരെല്ലാവരും ചേർന്ന് മാപ്പും കൊട്ടയും വലയും അങ്ങനെ അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് അമ്മയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ആ മാപ്പ് നോക്കി ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ഗുഹ അവർ കാണും. ക്ലാരയുടെ അനുജനും അനുജത്തിയും ദൂരെയുള്ള ആ മല ചൂണ്ടിക്കാണിച്ചു പറയും തീർച്ചയായിട്ടും അവിടെ തന്നെ ഉണ്ടാവും ആ ഇൻഗ്രീഡിയന്റ്. ഹീറോയോട് അവർ പറയും നിങ്ങൾ അവിടേക്ക് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ചീഫ് ഗസ്റ്റ് അല്ലേ. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് സന്തോഷാവും. പക്ഷെ അപ്പോഴേക്കും അവരുടെ തൊട്ടു പുറകില് ഒരു മോൺസ്റ്റർ. അവര് പേടിച്ച് പതിയെ തിരിഞ്ഞു നോക്കുകയാണ്. ടൊമാറ്റോ, പൊട്ടറ്റോ, ചില്ലി അങ്ങനെ എല്ലാം ബോഡിയിൽ പതിപ്പിച്ച ഒരു മോൺസ്റ്റർ. അതാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി അലറും. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മീറ്റ്, ഫിഷ് അങ്ങനെ എല്ലാം ചേർന്ന ഒരു പ്രത്യേകതരം മോൺസ്റ്റർ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിനെ കണ്ട് പരസ്പരം ചോദിക്കും ഒരുപക്ഷെ ഇതാണോ ആ അൾട്ടിമേറ്റ് ഇൻഗ്രീഡിയന്റ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിന് പിടിക്കണമെന്ന് പറയും. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ അതിന്റെ ടെന്റിക്കിൾസ് ഉപയോഗിച്ച് ഇപ്പൊ ക്ലാരയുടെ 2 സിബ്ലിങ്സിനെയും അങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ്. ക്ലാരയാണെങ്കിൽ അവളുടെ ഫെമിലിയറിനെ സമൺ ചെയ്ത് അതിനെ ഉപയോഗിച്ച് അവളുടെ ബ്രദറിനെയും സിസ്റ്ററിനെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. അതേസമയം ആസ് ആണെങ്കിൽ ഫയർ ബോൾ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. ഉടനെ ആ ബീസ്റ്റ് അതൊരു പാത്രം വെച്ച് ആ ഫയർ ബോൾസ് എല്ലാം ദൂരേക്ക് അടിച്ചു തെറിപ്പിക്കും. ആസ് ആണെങ്കിൽ വീണ്ടും ഒരുപാട് ഫയർ ബോൾസ് യൂസ് ചെയ്യും. പക്ഷെ അതാണെങ്കിൽ ആസിന്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പോ ക്ലാരയുടെ അനുജനെയും അനുജത്തെയും അവരെ ഭക്ഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. ക്ലാര ടെൻഷനാവും. അവൾ ഞൊടിയിടയിൽ ഒരുപാട് നോൺ വെജ് ആ ഫിഷിന്റെ മുൻപിലേക്ക് കൊണ്ടുവരും. അതാണെങ്കിൽ അവൾ കൊടുത്ത ആ നോൺ വെജ് ഫുഡ് അത് കഴിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ ആസ് അത് ആ മോൺസ്റ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ക്ലാരയുടെ ബ്രദറിനെയും സിസ്റ്ററിനെയും മോചിപ്പിച്ച് അതിനെ കൊല്ലാനായിട്ട് വീണ്ടും അവന്റെ ഫയർ പവർ ഉപയോഗിക്കും. ആസ് ആണെങ്കിൽ അതിന്റെ ക്ലോസ് എത്തും. അപ്പോഴായിരിക്കും അവനൊരു കാര്യം ഓർമ്മ വരിക. അവന്റെ ലക്ഷ്യം അത് ഇതല്ല. ഫൈറ്റിനിടയിൽ ആസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മാസ്റ്ററിന് സഹിക്കാനാവില്ല. അത് മനസ്സിലാക്കിയ ആസ് ആണെങ്കിൽ അവന്റെ ആനിമലിനെ സമൺ ചെയ്ത് അവരെ എല്ലാവരെയും അവിടുന്ന് മറ്റൊരു സേഫായ സ്ഥലത്തേക്ക് ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകും. അല്പസമയം കഴിയുമ്പോൾ ക്ലാരയുടെ അമ്മ അവരവിടേക്ക് വന്ന് ആ ബീസ്റ്റിനെ തല്ലിക്കൊന്ന് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കൂട്ടി വീട്ടിലേക്ക് വരും. അതിനുശേഷം ഹീറോയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇട്ട് ക്ലാരയുടെ അമ്മ തന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയിട്ട് റെസ്റ്റ് ചെയ്യും. ക്ലാര ഓടി വന്ന് ആസിനെയും ഹീറോയെയും അവർ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് അവളുടെ മടിയിൽ കിടത്തും. അതിനുശേഷം അവളുടെ മധുരമായ സ്വരത്തിൽ ഒരു താരാട്ട് പാട്ട് പാടുകയാണ്. അത് കേട്ട് ആദ്യം നമ്മുടെ ആസ് ഉറങ്ങും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ പാട്ട് കേട്ട് ആസ്വദിച്ച് പതിയെ കണ്ണടക്കുകയാണ്. അവസാനമായിട്ട് നമ്മുടെ ഹീറോയും അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്. പച്ചമുടി പെണ്ണിന്റെ അമ്മ അവരുടെ ഹാപ്പി മൊമെന്റ്സ് എല്ലാം ഫോട്ടോ എടുത്ത് വെക്കും. അപ്പൊ ലോങ് ഷോട്ടിലായി ആവരിയുടെ പപ്പ ആളിപ്പോ അവിടേക്ക് പറന്നു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.